അപ്പം നമ്മളിതാ ലഗേജൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി അപ്പം നമ്മളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ചെറിയൊരു പെട്ടെന്ന് ഒന്ന് പ്ലാൻ ചെയ്തതാണ്. എൻ്റെ ബ്രദറും എൻ്റെ കസിനൊക്കെ പാടെ ഞങ്ങൾ കൊച്ചിയിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഉണ്ട്. കുറേ നാളെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കുറേ ഏരിയകൾ അവിടെ കാണാനുണ്ട് എനിക്കിന്ന്. അപ്പം ഇപ്പോൾ ഒരു പുതിയൊരു മെട്രോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ വെള്ളത്തിലുള്ള, അപ്പോൾ അതൊക്കെ ഒന്ന് കയറണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും മാറ്റിയിട്ടുണ്ട്. ഹസ്മോൻ ഇതവിടെ വെയിറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിനെ വെയിറ്റ് ചെയ്യിക്കാണ്ടോ. അപ്പോൾ ഞങ്ങളിതാ ട്രെയിനിലാണ് അങ്ങോട്ട് പോകുന്നത്. നാളെ തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പം നമുക്ക് കൊച്ചിയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വിട്ടാലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളിതാ സ്കിൻ കെയർ വീഡിയോ അതാ ഷോർട്ടാക്കി ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിതാ അത് ഷോർട്ടാക്കി ഇപ്പോൾ ഇടുന്നുണ്ട്. ഓക്കെ, ചാടിക്ക വേഗം കഴിച്ചൂടെ, നമ്മൾ പോകണ്ടേ. ഒരു 10 രൂപ ഇട്ടാലോ. ഫിനിഷായോ? എന്നാൽ അത് കംപ്ലീറ്റ് ആക്കും കേട്ടോ. പസുമോ ഇതാ പത്തിരിയും കറിയും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണല്ലേ. ഫിനിഷായോ? പ്ലേറ്റ് നോക്കട്ടെ. ആ ഓക്കെ, ഇനി ആ ചായ ഫുള്ള് കുടിച്ചാണ് കേട്ടോ. എന്നിട്ട് പോവല്ലേ. നമ്മളെ കൂടെ ആരൊക്കെയുള്ളേ? കാക്കുണ്ടില്ലേ? മിനുതാത്തല്ലേ? അപ്പം നമ്മളിതാ ലഗേജൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ കൂടെ ഇതാ അപ്പം നമ്മളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ കാലിക്കറ്റിലേക്ക് ബൈക്കിൽ പോയിട്ട് അവിടെ ബൈക്ക് സൈഡാക്കിയിട്ട് ട്രെയിനിൽ കയറാനുള്ള പ്ലാനിങ് കേട്ടോ. അപ്പം നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അസോ അസോ എങ്ങോട്ടാ പോണേ? മണാലിക്കല്ലല്ലോ, നമ്മള് കൊച്ചിക്കല്ലേ. കൊച്ചിക്കല്ലേ ഞങ്ങൾ പോയി. അപ്പം നേരെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോകാനായിരുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. കാരണം എൻ്റെ കസിന് വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് ഏകദേശം 2 മണിക്കൂർ 1 മണിക്കൂർ നമ്മൾ പോസ്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളിത് ഹൈലൈറ്റ് മാൾ കയറി കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അസുമോൻ എന്തായാലും അവിടെ പോയിട്ട് അവനെ കുറച്ച് നേരമെങ്കിലും പിടിച്ച് നിർത്തേണ്ട ആളെ. അപ്പം നമ്മൾ നേരെ പോയത് നമ്മൾ ഹൈലൈറ്റ് മാളിലുള്ള നമ്മുടെ ഗെയിം സെക്ഷനിലാണ്. ആളെ ഞാൻ കുറേ ഇതിൽ കയറ്റിട്ടോ. പക്ഷെ ആൾക്ക് ചടക്കലോടിങ്ങി. എനിക്ക് അതിലേറെ ബോറടിച്ചിട്ട്, കാരണം കമ്പനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബ്രദറിനെ തെച്ചടച്ചിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. കസിൻ വരുന്നേരെ ഞങ്ങൾ എന്തായാലും പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാ കുറേ നേരം ഇതാ അവിടെയുള്ള ഗെയിമൊക്കെ ഹസുമം കുറേ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രാവിലെ നമ്മൾ ഏകദേശം ഒരു 9:30-10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10:30 ഒക്കെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ട്രെയിനിൽ പോയിട്ടുണ്ട്. ഒരു 3 മണീൻ്റെ ട്രെയിനാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഫുള്ള് നമ്മൾ ഹൈലൈറ്റ് മാളിലൊക്കെ ആയി എങ്ങനെയൊക്കെയോ അങ്ങനെ കഴിച്ചതാട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കസിൻ വന്നതിന് ശേഷം ട്രെയിനില്ല നമുക്ക്. ഏകദേശം 2:50 ട്രെയിനിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനും ഹസ്സും ഇതാ കുറേ ഗെയിമൊക്കെ കളിച്ചതാ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും യാത്ര ചെയ്യാൻ ട്രിപ്പൊക്കെ പോകാനുള്ള ടൈമിൽ ഇതുപോലത്തെ 8ൻ്റെ പണി കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. കാരണം കുറേ നേരം നമ്മൾ പോസ്റ്റായി. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് ട്രെയിനാണ് കിട്ടിയത്. ഏതായാലും 3 മണീൻ്റെ ട്രെയിനാണ്. അവിടെ ഏകദേശം നമ്മൾ എത്തിയത് 7:15 ആ ഒരു ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിന്. എന്തായാലും നമ്മൾ വിചാരിച്ചതിനായിട്ടും ഫാസ്റ്റായിട്ട് ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ എന്തായാലും 2 വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമ്മളിത് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള നമ്മൾ വാട്ടർ മെട്രോയിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും നാളെ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടെ. കാരണം എല്ലാം കൂടി നല്ല ലെങ്തി ആയതുകൊണ്ട് നമ്മൾ അത് പാർട്ട് 2 ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോസും കാണണം കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉച്ചക്കത്തെ വീഡിയോ എന്തിനാ വൈകുന്നേരം ആക്കിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ചെറിയ നെറ്റ്വർക്ക്
വർക്ക് ഇഷ്യൂ കൊണ്ടാണ് ഞാൻ എൻ്റെ ടൈം മാറ്റിയത്. ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗും അതുപോലെ സ്കിൻ കെയർ ടിപ്സായിട്ടൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിതാ പോസ്റ്റായ വഴി കണ്ടില്ല, ഇത്രയും നല്ല പോസ്റ്റാണ് ആയിട്ടുള്ളത്. എന്തായാലും ഫൈനലി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവം വേറെ ഇല്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു വഴിക്ക് ഇറങ്ങാൻ നിന്നിട്ട് അവിടെ കുറേ ടൈം വെറുതെ പോകുന്നത്. നമ്മൾ ഹൈലൈറ്റ് മാളിലൊക്കെ ബേസ് ചെയ്തിട്ട് വരികയാണെങ്കിൽ അതൊരു വേറെ ഇത്. പക്ഷേ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ പോസ്റ്റ് ആകുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഹസുമോനില്ലേ, ഹസുമോൻ എന്നെ നല്ല മണ്ണാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഗെയിമിൽ കയറ്റി. പിന്നെ ഇതാ സ്നിക്കേഴ്സ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം സൂപ്പർ മാർക്കറ്റ് ഫുൾ എന്നോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു സംഖ്യ എന്നെ വെള്ളത്തിലാക്കിയിട്ടുണ്ട് ആൾ. കുട്ടികളെ കൊണ്ടുവന്നാൽ സാധാരണ അങ്ങനെ തന്നെയാണ്. പിന്നെ പാർക്കിലൊക്കെ കയറ്റിയുള്ള അവസ്ഥ അറിയാലോ. കുറേ എണ്ണത്തിൽ ഞാൻ കയറ്റി കൊടുത്തു. ബാക്കിയൊക്കെ പിന്നെ ഞാൻ അത് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ, എല്ലാത്തിനും ജസ്റ്റ് കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ കയറാമെന്നല്ല, അങ്ങനെയൊക്കെ ആക്കി കൊടുത്ത ആളെ കുറേയൊക്കെ പറ്റിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും നമ്മളിതാ അസുമോൻ സ്നിക്കേഴ്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വീണ്ടും ഓരോ റൈഡിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ലോക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം റിസർവ് ചെയ്ത് ബാക്കിയൊക്കെ ഫുള്ളായതുകൊണ്ട് തന്നെ സ്ലീപ്പറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയിൽ പോകാമെന്നുള്ളൊരു ഇതിൽ നമ്മളിതാ ലോക്കലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോക്കലിൻ്റെ അവസ്ഥ വയ്ക്കുമ്പോൾ അതിലേറെ കഷ്ടമാണ് കേട്ടോ. കാരണം നമുക്കൊരു കാല് കുത്താനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിൽ ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ കസിന്, എൻ്റെ ബ്രദർ, ഹസ്ബൻഡ് ഞങ്ങളിതാ ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫൈനലി നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിൻ്റെ അവസ്ഥയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഫുള്ളാണ്. ലോക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലം അങ്ങോട്ട് വെക്കാൻ വയ്യ, അത്രയും തിരക്കാണ്. പിന്നെ സ്ലീപ്പറിൽ കുറച്ച് ഗ്യാപ്പൊക്കെ കണ്ടത്. അപ്പം കസിൻ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് പിന്നെ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും അറിയാം. അതുകൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് നേരെ സ്ലീപ്പറിലേക്ക് മാറാം, അവിടുന്ന് പൈസ ചേഞ്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അയച്ചപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടോ. കാരണം നമ്മളെടുത്തിരുന്ന ആളുകൾ വളരെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ കിടന്ന് ആടി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് ക്യാഷ് ചേഞ്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് നല്ലൊരു യാത്ര തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷൊർണൂർ അവിടെ എത്തിയപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വൈകുന്നേരമായ ഒരു ചെറിയൊരു ചായയും ചൂടും കിട്ടണ്ടേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ അവളെ കസിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഓഫീസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൻ്റെ അവിടെ നിന്ന് അവരെ വണ്ടിയിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള യാത്രയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൾ ഓഫീസിൽ നിന്ന് ചാവി എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയ ടൈമിൽ ഞങ്ങളിതാ ഇവിടെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫീസൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അവൾ വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണ്. ഈ ഒരു അവളെ ഓഫീസും അതുപോലെ തന്നെ അവൾക്ക് തന്നെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മളിതാ ബാക്കിയുള്ള യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നേരെ പോകുന്ന റൂമിലേക്കാണ്. റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ കൊച്ചി സിറ്റി ഒന്ന് കറങ്ങാൻ പോകണ്ട ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇവിടെ കസിന് കാറിൻ്റെ കീ എടുത്തുകൊണ്ടാണ് മുകളിൽ ഓഫീസിൽ പോയതാണ്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്യാം കേട്ടോ. സംഭവം വിചാരിച്ചതിനാട്ടിലും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ട്രെയിൻ കുറച്ച് എന്താ പറയുക ഫാസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ട്രെയിൻ ആയപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ല, സ്ലീപ്പറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമുക്ക് കാണാം ഗൈസ്.
അപ്പോൾ ഇവിടെയുള്ള ഒരു തട്ടുകട ഉണ്ട്. ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാതരം ഫുഡും ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ റൈറ്റ് ഒന്നും തോന്നിയിട്ടില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കക്ക ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും പുട്ടും മിക്സൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തട്ടുകട ഫുഡ് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത്യാവശ്യം ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ പുട്ടിൽ നമ്മൾ മിക്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കക്ക ഇറച്ചി മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മളിതാ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയതിന് ശേഷം ഇതാ ഫോർട്ട് കൊച്ചി പോകാൻ വേണ്ടിയിട്ട് പോയതാണ്. ഏകദേശം നമ്മൾ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരു 11 12 ആ ഒരു ടൈമാണ് കേട്ടോ. എന്തായാലും 11 എന്തായാലും ആയിട്ടുണ്ട്. കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവും പകലും ഇല്ലാതെ ഏത് ടൈമിലും യാത്ര ചെയ്യാമെന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ വന്നപ്പോൾ ദാ ഇവിടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. റാസ ബീഗത്തിൻ്റെ ടീമിൻ്റെ പാട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ നമ്മളിതാ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു പോയിട്ടോ. അത്യാവശ്യം ആളുകളുണ്ട്. ഏത് നട്ടപ്പാതിരിക്കും ഇവിടെ ആളുകളാണ്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത്. നമ്മളെ നാട്ടിലൊക്കെ തന്നെ ഒരു 9 10 മണിയായ എല്ലാവരും കൂട്ടി കയറും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളില്ലേ. പക്ഷേ ഇവിടെ ആണ് പെണ്ണ് എന്നൊന്നുമില്ലാതെ ഏത് ടൈമിലും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഏരിയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചി തന്നെ കേട്ടോ. അപ്പോൾ കൊച്ചി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡും അങ്ങനെയല്ല, ഭയങ്കര ഒരു കളർഫുൾ ഒരു ലൈഫാണ് തോന്നുന്നത് അവിടെ ഉള്ളത്. ഏത് നട്ടപ്പാതിരിക്കായാലും റോട്ടിലായാലും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അങ്ങനെ ലാവിഷായിട്ട് നടക്കുന്നതാണ് നമുക്ക് കാണാൻ ഉള്ള കേട്ടോ. നമ്മളെന്തായാലും ഇവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു 1:30 2 മണി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ റോഡ് സൈഡിലും റോട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര രീതിയിലാണ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതാണ് കൊച്ചി ലൈഫിൽ ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ ഫുൾ ടീമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ എവിടെ നോക്കിയാലും കപ്പിൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ തന്നെ കേട്ടോ. ഏത് ടൈമിലും ഫുൾ അവർ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും ഉള്ളത്. ഇതാ ഇവിടെ നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പിന്നെ ഇവിടുത്തെ ഒരുപാട് ഷൂട്ടിംഗ് ഏരിയയൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ആയിരുന്നു. ഒരു 5 മണി 6 മണിക്കൊക്കെ എത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നാളായി വരണം എന്ന് വിചാരിച്ചൊരു ഏരിയയാണ്. പക്ഷേ ഞാൻ വന്ന ടൈം ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടോ. അപ്പോൾ ഇതാണ് ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്ത വീടാണിട്ടത്. അങ്ങനെ ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്ത ഏരിയകളും അതൊക്കെ ഇവിടെയാണല്ലോ. അതൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ ഏകദേശം ഒരു 12:30 1 മണിക്കാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ കുറേ ഏരിയകളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന വളരെ ഒരു മിസ്സായിട്ട് തോന്നിയത് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു കൊച്ചിനെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ കളർഫുൾ കാണണമെങ്കിൽ ഏകദേശം 5 മണി 6 മണി 7 മണീൻ്റെ ഉള്ളിൽ വന്നാൽ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു നല്ല ഇരുട്ട് ടൈമിലാണല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ഇത് കാണാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻഷാല്ലാ വേറൊരു ദിവസം ഇനി ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീട്. ഒരുപാട് ആൾക്ക് ഇവിടെ വരുന്നവരൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു വീടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഫിലിം അഭിനയിച്ച വീടുകളും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ അവിടെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ അവരിതാ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ആളുകൾ. അപ്പം എൻ്റെ 2 കസിൻസും ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് അങ്ങ് കാറിൽ പോകുന്നതാണ്. കൊച്ചിയിൽ കസിൻ്റെ റൂം ഇതായിരുന്നു കേട്ടോ. അവരൊരു ഫ്ലാറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ റൂം. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാങ്, 2 ടോയ്ലറ്റ്, അങ്ങനെ എല്ലാം ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. നേരെ ഓപ്പോസിറ്റാണ് ബ്രദറൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതവിടെ ബാത്റൂം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ മോർണിംഗ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ
നിന്നിട്ടുള്ള വീട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിതാ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കസിനോട് വെയിറ്റ് ചെയ്യാണ്. അവളോട് വന്നിട്ട് വേണം നമ്മൾ നേരെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോകാൻ വേണ്ടിയിട്ട്. അവർ സ്കൂളിൻ്റെ അതിൽ വരുന്നൊരു ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മോർണിംഗ് ചായ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാ ഹസ്മോൻ ഇതാ കാക്കുവിൻ്റെ കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഓൾറെഡി അവന് കാക്കുവിനെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ കേട്ടോ. അപ്പോൾ അതാ അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആള്. അതുകൊണ്ട് എനിക്ക് വലിയ ഭാരമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഭാരം എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ അനിയനെ കിട്ടിയാൽ അവന് പിന്നെ വേറെ ആരും വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അവരെ കോളേജും കാര്യങ്ങളൊക്കെ ഓഫീസിനൊക്കെ ഉള്ള വലിയൊരു അവരൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവരൊരു ക്യാൻറ്റീൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഹസ്മോൻ എന്നോട് തെറ്റിയിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ. അവന് വേറെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞാലൊക്കെ റെഡി ആയിട്ട് ചായയൊക്കെ വന്നതിന് ശേഷം ഇതാ നമ്മളിതാ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും മസാല ദോശയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹസ്മോനും മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ആൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് ആളതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ രാവിലത്തെ ഫുഡ് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇതാ എൻ്റെ കസിന് അവൾ ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അവൾ ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾ നൈറ്റിൽ കാണാമെന്ന് പറഞ്ഞു. ചെറിയ കസിനാണ് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വന്നിട്ടുള്ളത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ കാണിക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോനെ ബായ്.